ഏത് ദുരന്തം കാണുമ്പോൾ കാലം വായിക്കും. ആയുസിൽ 1000 വട്ടം കേട്ടുമടുത്ത ആശ്വാസവചനം. പക്ഷേ ആരുടെ മുറിപ്പാടിനെ എപ്പോൾ വായിക്കും എന്ന ചോദ്യം മാത്രം ബാക്കിയാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി തീർന്ന വയനാട് ദുരന്തത്തിന്റെ നീറുന്ന ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ എളിയ ഏകാഭിനയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഡോറ ഡോറ ഡോറ, നല്ല രസമുണ്ട് ഡോറയെ കാണാൻ. അച്ഛാ നീ നോക്ക് ഡോറ. എവിടെയുണ്ട് ഡോറ? നല്ല രസമുണ്ട് ദേവൂട്ടിന്റെ ഡോറയെ കാണാൻ. അച്ഛനെ പൊന്നു മോളല്ലേ, ആ റിമോട്ട് ഇങ്ങോട്ട് താ, അച്ഛന് വാർത്ത കാണാനാ. അയ്യോ അച്ഛാ, ദേവൂട്ടിക്ക് ഡോറയെ കാണണം, റിമോട്ട് തരില്ല. വാശി പിടിക്കല്ലേ മോളെ, അച്ഛനെ പൊന്നു മോളല്ലേ, ആ റിമോട്ട് ഇങ്ങോട്ട് താ. ഇതാ അച്ഛാ, അച്ഛൻ വാർത്ത കണ്ടു കഴിഞ്ഞിട്ട് ദേവൂട്ടിക്ക് തന്നാട്ടോ. തരാട്ടോ മോളെ. നമസ്കാരം, പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ മഴപ്പിച്ചിലുണ്ടായി. ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞു പോണ കോലാട്ടോ. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. താഴ്വാരത്തൊക്കെ അങ്ങാടി വരെ എത്തി വെള്ളം. അതിന് നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ വീട് ഈ കുന്നുപുറത്തല്ലേ, അവിടേക്ക് ആ പാലത്തിന്റെ പക്കത്തല്ലേ. നിങ്ങൾ ബേജാറാകാതിരിക്ക്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇക്കെന്തോ ഒരു പേടി. നമ്മളെ പിന്നിലെ ആനകുത്തിമല. ഹോ, തുടങ്ങി. ഒന്നും സംഭവിക്കില്ല, ഒന്നും മിണ്ടാതിരുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തോരം സമരങ്ങൾ നടത്തി, എന്നിട്ട് അവർ നിർത്തിയോ? അങ്ങനെ ഒന്നും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല. ആലോചിച്ചു കൂട്ടി ടെൻഷൻ കൂട്ടേണ്ട. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്റെ ദേവൂട്ടിനെയും കൊണ്ട് ക്യാമ്പിലൊന്ന് പോയി നിൽക്കുന്നത് ചിന്തിക്കാൻ കൂടി വയ്യ. 10 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതാ എന്റെ പൊന്നുമോളെ. ദൈവമേ, ഞാനൊന്ന് താഴത്തോട്ട് പോയി വരാം. ഗണേശന്റെ വീട്ടിൽ വെള്ളം കയറിയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എന്തായി പോയി നോക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സഹായിക്കാലോ. അതാ നല്ലത്. ഇവിടെ ഇന്ന് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. പിന്നെ ദേവൂട്ടിനെ നോക്കണേ, വെള്ളക്കുഴികളൊക്കെ ഉള്ളതാ. ദേവമോളെ പുറത്തിരിക്കരുത് കേട്ടോ, അച്ഛൻ പോയിട്ട് വരാം. വാസു, നീ വന്നോ? ഇതൊന്ന് പിടിച്ചേ, അങ്ങോട്ട് എടുത്തു വെക്ക്. നല്ല കാര്യാട്ടോ മോൻ ചെയ്യുന്നത്. ഇങ്ങളെ പോലത്തെ കുട്ടിയാണെങ്കിൽ നമ്മക്കൊരു പേടിയില്ല. ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്? അല്ല, എന്താ വൈകുന്നേരം ചെയ്യുന്നത്? കുടിയും ചെയ്യണ പോലെ തന്നെ ആ സ്കൂൾക്ക് അങ്ങോട്ട് പോവുക. അല്ലാതെ പിന്നെ എന്താ ചെയ്യാ? പിന്നെ ഇങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ ഒരു സമാധാനം. ഞങ്ങളൊക്കെ ഉള്ളപ്പം ഇങ്ങനെ എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. എന്താടാ കാര്യം പറ. നമുക്കൊന്ന് വേഗം വീട് വരെ പോണം. എന്താടാ ഒന്ന് കാര്യം പറ. വണ്ടി കയറി, നമുക്കൊന്ന് വേഗം വീട് വരെ പോണം. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതൊക്കെ പിന്നെ എടുത്തു വെക്കാം. നിങ്ങളൊന്ന് വണ്ടി കയറി. മോൻ ചെല്ലില്ലേ, എന്തേലും അത്യാവശ്യത്തിനായിരിക്കും. ഇതൊക്കെ എടുത്തു വെക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഫോട്ടോ എടുക്കാതെ എന്താണ് അവിടെ കാട്ടുന്നത്? ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഉരുൾപൊട്ടലുണ്ടായ ആനക്കുത്തിമലയിലാണ്. ഉരുൾപൊട്ടലിന്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ചാനലിലൂടെയാണ് ഇതാദ്യമായി നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, 20 വീടുകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ വെറും കല്ലും മണ്ണും മാത്രമാണ് കാണാൻ കഴിയുന്നത്. എന്റെ യൂട്യൂബ് ചാനലാണ്
ആനകുത്തിമല ആനകുത്തിമല